ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അടുത്ത ട്രിപ്പോട്ട് വന്നിരിക്കുകയാണ് ബ്രൈമൂറിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നെടുമങ്ങാട് നിന്നും 27 കിലോമീറ്റർ സഞ്ചരിച്ച് പാലോട് വഴി ബ്രൈമൂറിലെത്തി. അവിടെ നിന്നും 95 രൂപയ്ക്ക് പാസ് കൊടുത്ത് നമ്മൾ അതിനകത്തോട്ട് കയറി. അപ്പോൾ നമ്മളിനി നേരെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, മങ്കയം വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഒരു വലിയൊരു പടിക്കെട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഫുള്ള് പാർക്കലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ സ്റ്റെപ്പ് നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ കേവ് പോലത്തെ പാറയൊക്കെയാണ് നമ്മുടെ ബാഗിൽ കാണുന്നുണ്ട. അപ്പോൾ നമ്മളവിടെ നമ്മുടെ ബാക്കിൽ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മേലിൽ വേറെ എന്തോ ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ മേലോട്ട് കയറി നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബ്രൈമൂർ എത്തി ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് തൊട്ട് താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ഇതാണ് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു സംഭവം എന്ന് പറയണം. അപ്പം ഇതാണ് നമ്മളെ ബ്രൈമൂർ. ആര്യ ആരളിയാ? അതെന്റെ വൈഫളിയാ. സ്നേഹം തലക്ക് കുടിച്ചപ്പോ ടാറ്റു ഓടിച്ചേരാ. പ്രേമം തലക്ക് കുടിച്ചപ്പോ ടാറ്റു ഓടിച്ചു. ഇപ്പോഴും ഉണ്ടാത്. നമ്മള് പോവാണിട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അവിടെ ഒരു ഗൈഡ് മാത്രമേ ഉള്ളൂ, ഒരു ആന്റി. നമ്മൾ ചെറിയൊരു വിഷമത്തിലാണ്. ഒരുപാട് നാളേക്ക് ശേഷം ഇങ്ങനെ ഒരുപാട് വെള്ളം ഒരുമിച്ച് കാണണം. അതുകൊണ്ട് കുളിക്കാൻ ചെറിയൊരു ആഗ്രഹം. പക്ഷെ പാൻറ് ഒരെണ്ണേ ഉള്ളൂ, വേറെ നമ്മൾ സ്പെയർ പാൻറ് എടുത്തില്ലായിരുന്നു. തോർത്തുമില്ല. തല എങ്ങനെ തോർത്തും? അതുമല്ല ഇന്ന് അണ്ടർവെയർ വരെ ഇട്ടിട്ടുണ്ടെന്നൊരു ഡൗട്ടാണ്. ഇട്ടിട്ടുണ്ട്. നമ്മളങ്ങ് ഇറങ്ങി താഴെ വന്നു കേട്ടാ. ഭയങ്കര പാടാണ്. ഫസ്റ്റത്തെ ഒരു ഇംപ്രഷൻ നമ്മൾ കയറിങ്ങ് പോകും കേട്ടാ. പക്ഷേ ഇറങ്ങാൻ പാടാണേ. നമ്മൾ തിരിച്ച് എത്തി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. വെള്ളം കുറവാണ് കേട്ടോ. നല്ല പടുകൂറ്റും മരങ്ങളും കൂടെ ഉണ്ട് കേട്ടാ. ഇത് നോക്കി കേട്ടോ, കണ്ട. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ പോവാം. അവിടെ എന്ന് പറയുമ്പം വേറൊന്നുമില്ല, കുറച്ച് കാടും മലയും ഒക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട്. പുലിമുരുകൻ മറ്റേ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് കിടക്കൂലേ, അത് കണക്കുള്ളൊരു സ്ഥലം. ഇനി ഇവിടെയാണോ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത? യവൻ പറഞ്ഞ പുലിമുരുകൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നതാണ്. ചുമ്മാ നമുക്കിനി പാറയിൽ കൂടെ നടന്ന് അപ്പുറത്തോട്ട് പോവാം. വാ. ഷൂട്ടിക്കൊന്നും അതെ 10 രൂപ കുറവാണ്. കറക്റ്റ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇപ്പൊ താരതമ്യേന കുറവാണ്, വേനൽക്കാലം ആയതുകൊണ്ട്. കുറച്ച് താഴെ കുറച്ചിട്ട് നല്ല സ്പേസ് ഉണ്ടാവും. പക്ഷെ അവിടെ കുറെ ആൾക്കാർ ഇരിക്കുകയാണ്, കപ്പിൾസ് ഒക്കെ ആയിട്ട്. നമ്മളെന്തിനാണ് എൻ്റെ ഇവിടെ വന്നിട്ട് നമ്മളെ ഇങ്ങനെ കിടക്കണത്? അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ട്. അപ്പം നമ്മൾ പിന്നെ വിചാരിച്ച് ഇവിടെ വന്ന് കുറച്ച് കുളിക്കാനൊന്നും വയ്യ. ഇനിയിപ്പം വെള്ളത്തിൽ ഇറങ്ങിയപ്പം ഒരു എന്തോ പോലെ ഒരു സാധനം, അതുമല്ല കൈയൊക്കെ ഇങ്ങനെ മുറിഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു സീനൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും വന്നേയില്ലേ, ഒന്ന് വെള്ളം നനയും. മീന് വേറൊന്നുമില്ല, മീൻ വന്നിട്ട് കാലിലൊക്കെ വന്ന് ഇങ്ങനെ മുട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് മുഖം മുട്ടിച്ചിട്ട് പോവാം വെള്ളത്തിലെ. മതി ഇനിയിപ്പം, ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബ്രൈമൂറിലെ കാഴ്ചകളിലൊക്കെ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏകദേശം ഇവിടെ കാണാനുള്ള കാഴ്ചയൊക്കെ നിങ്ങളെ നമ്മൾ കാണിച്ച്. പിന്നെ കുറച്ച് മേലിൽ ബ്രൈമൂർ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അവിടെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചയും കൂടെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കാഴ്ചകൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പം അവിടെ പോകാൻ പറ്റി അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് വൈശാഖാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഈ ലാസ്റ്റ് മൊമെന്റ് പറയാനുള്ള? അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ അവിടുത്തെ ലാസ്റ്റ് മൊമെന്റ്. പറ്റിയെങ്കിൽ നിങ്ങൾ വന്ന് കാണാം. ബ്രൈമൂർ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, നമുക്ക് കുളിക്കാനൊക്കെ വരാം. പുലിമുരുകൻ്റെ ഒക്കെ ഒരു സോഗ് ഇവിടെ നമുക്ക് അനുഭവപ്പെടും. അപ്പം
നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് ഇക്സ്മി സിജു സജിമാർ, എൻ്റെ കൂടെ വൈശാഖുണ്ട്. അപ്പോൾ സൈനിങ് ഓഫ്.